ഹിസ്ബുള്ള മേധാവി ഹസൻ നസുള്ളയെ ഇസ്രായേൽ മിസൈൽ വർഷിച്ച് കൊലപ്പെടുത്തിയല്ലോ. ഇന്ത്യൻ വ്യോമസേനയ്ക്കും അതുപോലെ സാധിക്കുമോ? വ്യോമസേനാ ദിനത്തോടനുബന്ധിച്ചുള്ള വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗിന്റെ വാർത്താ സമ്മേളനത്തിലാണ് ഒരു മാധ്യമപ്രവർത്തകൻ ഈ ചോദ്യം ചോദിച്ചത്. ചിരിയോടെ തുടങ്ങിയ എയർ ചീഫ് മാർഷൽ AP സിംഗ് ഇങ്ങനെ പറഞ്ഞു: ഇന്ത്യക്കും അതിന് സാധിക്കും. സമാനമായ ആക്രമണങ്ങൾ വ്യോമസേന നടത്തിയിട്ടുണ്ട്. ബാലക്കോട്ടിൽ എന്താണ് ഉണ്ടായത്? ഇസ്രായേൽ ഹിസ്ബുള്ള മേധാവിയെ വധിച്ചതുപോലെ തന്നെയാണ് ബാലക്കോട്ടിൽ ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തിയത്. എന്നാൽ ആരെ എപ്പോൾ എവിടെ വെച്ച് കൊലപ്പെടുത്തുമെന്ന് ഇവിടെ വെച്ച് പറയാൻ കഴിയില്ല. പുൽവാമയിൽ 40 CRPF ജവാന്മാരെ കൊലപ്പെടുത്തിയ ആക്രമണത്തിനുള്ള ഇന്ത്യൻ തിരിച്ചടിയായിരുന്നു ബാലക്കോട്ടിലേത്. 2019 ഫെബ്രുവരി 14 പുൽവാമയിലെ ആക്രമണം. ഉത്തരവാദിത്തം ഏറ്റെടുത്തത് പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദും. ദിവസങ്ങൾക്കപ്പുറം ഫെബ്രുവരി 26 മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് വ്യോമസേന നടത്തിയ തിരിച്ചടിയിൽ 100 കണക്കിന് കിലോ ബോംബാണ് ബാലക്കോട്ടിൽ വർഷിച്ചത്. ജെയ്ഷെ മുഹമ്മദിന്റെ വലിയ പരിശീലന കേന്ദ്രങ്ങളിൽ ഒന്നാണ് വ്യോമസേന ലക്ഷ്യമിട്ടത്. ഒട്ടേറെ ഭീകരരെ വധിച്ചു. അതുപോലെ പ്രതിരോധ രംഗത്ത് സ്വകാര്യ കമ്പനികൾ കൂടുതലായി വരണമെന്നും വ്യോമസേനാ മേധാവി വ്യക്തമാക്കി. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്ന് LC തേജസ് യുദ്ധവിമാനങ്ങളുടെ വിതരണത്തിലുണ്ടാകുന്ന കാലതാമസം അടക്കം ചൂണ്ടിക്കാട്ടിയാണ് രാജ്യത്ത് പ്രതിരോധ നിർമ്മാണ രംഗത്ത് സ്വകാര്യ കമ്പനികളുടെ ആവശ്യകത വ്യോമസേനാ മേധാവി എടുത്തു പറഞ്ഞത്. ഭാവിയിലുണ്ടാകുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ പൂർണ്ണമായും തദ്ദേശീയമായ ആയുധങ്ങൾ കൂടിയേ തീരൂ. റഷ്യ-യുക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യൻ സംഘർഷവും ഇന്ത്യയുടെ പ്രതിരോധ ഇറക്കുമതിയെ ബാധിച്ചെന്നും സേനാ മേധാവി വ്യക്തമാക്കി. 200 മിസൈലുകൾ ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്ത് ആക്രമണം നടത്തണമെങ്കിൽ ആയുധങ്ങൾക്കും യുദ്ധവിമാനങ്ങൾക്കുമായി എന്നും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാൻ ആകില്ല. സ്വന്തമായി നിർമ്മിച്ചേ പറ്റുമെന്നും വ്യോമസേനാ മേധാവി പറഞ്ഞു. യുദ്ധവിമാന എഞ്ചിനുകൾ കൃത്യതയോടെ വ്യാപകമായി നിർമ്മിക്കണം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ യുദ്ധവിമാന എഞ്ചിനുകൾ നിർമ്മിക്കുന്നുവെന്ന് പറഞ്ഞാലും എഞ്ചിനിൽ ഉപയോഗിക്കേണ്ട ചില ഉപകരണങ്ങൾ പുറത്തുനിന്ന് വരുത്തേണ്ടി വരുന്നു. രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച എഞ്ചിൻ ഉൽപാദനത്തിലേക്ക് കടക്കുക എന്നത് അതീവ സങ്കീർണമായ കാര്യമാണെന്നും വ്യോമസേനാ മേധാവി പറഞ്ഞു. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈനയുമായുള്ള സംഘർഷാവസ്ഥയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്നും വ്യോമസേനാ മേധാവി വെളിപ്പെടുത്തി. പ്രതിരോധ മേഖലയിൽ ചൈനയുടെ അടിസ്ഥാന സൗകര്യ വികസനം അതിവേഗത്തിലാണ്. ഇന്ത്യയും ഒപ്പത്തിനൊപ്പം എത്താൻ ശ്രമിക്കുന്നു. കിഴക്കൻ ലഡാക്കിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുന്നുണ്ട്. പുതിയ എയർഫീൽഡുകൾ വികസിപ്പിക്കുന്നു. നിലവിലുള്ള എയർഫീൽഡുകൾ വിപുലപ്പെടുത്തുകയാണെന്നും വ്യോമസേനാ മേധാവി പറഞ്ഞു. ഇന്ത്യയിലെത്തിയ 3 S-400 മിസൈൽ റെജിമെന്റുകൾ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായി. അടുത്ത വർഷം 2 യൂണിറ്റുകൾ കൂടി ഇന്ത്യയിലെത്തും. റഷ്യ-യുക്രൈൻ യുദ്ധമാണ് വിതരണം വൈകിപ്പിച്ചത്. തേജസ് മാർക്ക് 2 അടുത്ത വർഷം ഒക്ടോബറിൽ ആദ്യ പരീക്ഷണ പറക്കൽ നടത്തും. 2028 വ്യോമസേനയുടെ ഭാഗമാകും. അയൺ ഡോം പോലെയുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യക്കും ആവശ്യമുണ്ട്. ഇറാൻ-ഇസ്രായേൽ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വ്യോമസേനാ മേധാവിയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.